ഈ വേടനുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ പുലിപ്പല്ല് വേടന്റെ കാര്യത്തിൽ മാത്രം എന്നുള്ളതാണ്. സുരേഷ് ഗോപി അടക്കമുള്ളവർ പുലിപ്പല്ല് ഉപയോഗിക്കുന്ന എന്നൊരു ആരോപണം പരാതി അല്ല, ലഹരിയുടെ ഉപയോഗത്തെ ആർക്കും പിന്തുണക്കാൻ കഴിയില്ല. നമ്മളെല്ലാവരും അതിനകത്ത് പല ചെറുപ്പക്കാരും പറഞ്ഞു എനിക്ക് പറ്റിയിട്ടുള്ള തെറ്റുകൾ ഞാൻ തിരുത്തും, പിന്നെ നല്ല മനുഷ്യനാവാൻ ശ്രമിക്കുന്നു അയാള് പിന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് എത്ര ചെറിയ ഡോസേജും വലുതാണെങ്കിലും ഒന്നും ലഹരിയുടെ ഉപയോഗത്തെ നമുക്ക് ഈ കാലത്ത് പ്രത്യേകിച്ച് പിന്തുണക്കാൻ കഴിയില്ല. പക്ഷെ അയാൾ പറയുന്ന മറ്റു രാഷ്ട്രീയ കാര്യങ്ങൾ, അയാളുടെ പാട്ടിലെ രാഷ്ട്രീയത്തെ, അയാൾ പറയുന്ന പാട്ടിലൂടെ അയാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രാഷ്ട്രീയത്തെ അടിച്ചമർത്താനുള്ള ഒരു അവസരമായിട്ട് ഇതിനെ പിന്നെ പലരും ഉപയോഗപ്പെടുത്തുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഗവൺമെന്റിന് ലഹരിയെ പിന്നെ ക്കെതിരായിട്ടുള്ള വേട്ടയ്ക്ക് പകരം ഇത്തരത്തിലുള്ള പിന്നെ ആളുകളെ വേട്ടയാടാൻ ശ്രമിക്കുന്നതിലൂടെ ഞങ്ങള് ലഹരി വിരുദ്ധ പോരാട്ടത്തിന്റെ ചാമ്പ്യന്മാരാവാൻ ശ്രമിക്കുക. ഗവൺമെന്റ് വീഴ്ചകൾ ഓരോന്നായിട്ട് ഓരോ ദിവസവും എവിഡന്റ് ആയിട്ട് പുറത്തു വരികയാണ്. അപ്പൊ എല്ലാവർക്കും ഉള്ള നീതി ന്യായം അല്ല ഇയാളുടെ കാര്യത്തിൽ ഉണ്ടാകുന്നതെന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങളാണ് പല കാരണങ്ങൾ കൊണ്ട് ഉയർന്നു വരുന്നത്. അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഞാൻ ആവർത്തിച്ചു പറയുന്നു, ലഹരിയുടെ എത്ര ചെറിയ ഡോസേജിനും നമുക്കതിനുള്ളതില്ല. പക്ഷെ അയാള് തെറ്റാണെങ്കിൽ തെറ്റ്, പുകവലിക്കുന്നത് തെറ്റാണെന്നോ അല്ലെങ്കിൽ മദ്യപിക്കാൻ തെറ്റാണെന്നോ പിന്നെ എനിക്ക് അനുഭവപ്പെടുന്നു, ഞാനത് തിരുത്താൻ ശ്രമിക്കുന്നു എന്ന് അയാൾ പറയുമ്പോൾ പിന്നെ അതിനെ കൂടെ നിൽക്കുക. എന്നിട്ട് അയാൾ പറയുന്ന മറ്റു രാഷ്ട്രീയത്തെയാണ് അതിനെ അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾക്കെതിരായിട്ടും നാട്ടിലെ ആളുകൾക്കിടയിൽ വികാരമുണ്ട്. അതായത് പെഹൽഗാമില് നിലവിൽ പാർലമെന്റ് സമ്മേളനം വിളിച്ചു, പ്രത്യേക പാർലമെന്റ് സമ്മേളനം ചേരണമെന്നൊരു ആവശ്യം ഇപ്പോൾ പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ സർക്കാർ ഇപ്പോഴും പറയുന്ന ഒരു തരത്തിലുള്ള വീഴ്ചയും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ലെന്നാണ്. ഇപ്പോൾ കേരളത്തിൽ ശോഭാ സുരേന്ദ്രന്റെ വീടിന്റെ പുറത്ത് പടക്കം പൊട്ടിയപ്പോൾ രഹസ്യാന്വേഷണ വീഴ്ചയുണ്ടായെന്ന് പറയുന്നതാണ്. ഒരു വർഷം മുന്നേ ഭീകരവാദികൾ ഈ താഴ്വരയിലേക്ക് എത്തിയെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അപ്പോൾ ആ വിഷയങ്ങൾ ചർച്ച ചെയ്യാനുള്ള മടികൊണ്ടാണ് സർക്കാർ ഒരു തീരുമാനം ഇക്കാര്യത്തിൽ ഇപ്പോൾ കൃത്യമായി പറയാം. അല്ല, അൺകണ്ടീഷണൽ സപ്പോർട്ട് ഈ കാര്യത്തിൽ ഗവൺമെന്റിനും രാജ്യത്തെ ജനങ്ങളുടെ മൊത്തം വികാരത്തിനോടൊപ്പമാണ് കോൺഗ്രസും പ്രതിപക്ഷവും നിന്നത്. ഞങ്ങൾ അതിനകത്ത് പെറ്റി പൊളിറ്റിക്സിലേക്കല്ല ആദ്യം കടന്നത്. ഇപ്പം ഈ UPA ഗവൺമെന്റിന്റെ കാലത്ത് ഒരു ഭീകരാക്രമണം ഉണ്ടാകുമ്പോൾ അപ്പം തന്നെ രാജിക്കുള്ള മുറവിളികളാണ്, അപ്പം തന്നെ വീഴ്ചകളുടെ പരമ്പരകൾ ചൂണ്ടിക്കാണിക്കുന്ന പത്രസമ്മേളനങ്ങളാണ്, അപ്പം തന്നെ അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ വന്നിട്ട് പ്രശ്നം ആർമിക്കല്ല, പ്രശ്നം ഡൽഹിയിലാണ് എന്നുൾപ്പെടെയുള്ള വലിയ സ്റ്റേറ്റ്മെന്റുകൾ കൊടുക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. പക്ഷെ ഞങ്ങൾ ഈ തുടക്കത്തിന്റെ ദിവസങ്ങൾ അതൊന്നുമല്ല ചെയ്തത്. പൂർണ്ണമായ സപ്പോർട്ടാണ് പ്രഖ്യാപിച്ചത്. അമേരിക്കയിൽ നിന്ന് രാഹുൽ ഗാന്ധി തിരിച്ചു വന്നിട്ട് നേരെ ബീഹാറിലെ ഇലക്ഷൻ റാലിക്കല്ല പോയത്, കശ്മീരിലേക്കാണ് പോയത്. പ്രധാനമന്ത്രി സൗദി അറേബ്യയിൽ നിന്ന് യാത്ര റദ്ദ് ചെയ്തിട്ട് വന്നിട്ട് നേരെ പോയത് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രഖ്യാപിക്കാൻ. അപ്പൊ ഗവൺമെന്റിന്റെ പ്രയോറിറ്റീസിനെ സ്ട്രെയിറ്റ് ആക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ കാര്യത്തിലെ നിലപാട്. പാർലമെന്റ് വിളിച്ചു ചേർക്കാൻ കൊടുത്ത കത്തിൽ തന്നെ പറയുന്നത് അൺവേവറിംഗ് സപ്പോർട്ട്, ഇക്കാര്യത്തിൽ എടുക്കേണ്ട നടപടികൾക്ക്, നിലപാടുകൾക്ക് അൺവേവറിംഗ് സപ്പോർട്ട് ഉണ്ട്. പിന്നെ ഫർദർ ചെയ്യേണ്ട കാര്യങ്ങളോ വീഴ്ച വന്നിട്ട് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് മേലിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള അനിവാര്യതയല്ലേ, അത് ചൂണ്ടിക്കാണിക്കാനുള്ള ഉത്തരവാദിത്വമില്ല. അതിൽ നിന്ന് ഒളിച്ചോടേണ്ട കാര്യം എന്താ? സംയുക്ത സഭകൾ വിളിച്ചു ചേർക്കണം, ആളുകൾക്ക് ഈ കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്ത് പ്രശ്നപരിഹാര നടപടികളിലേക്ക് കടക്കണം. രാഹുൽ ഗാന്ധി ഇന്നലെയും പറഞ്ഞിട്ടുണ്ടല്ലോ, അതിശക്തമായിട്ടുള്ള മെസ്സേജ് കൊടുക്കണം. കാരണം മനുഷ്യന് നിരക്കാത്ത പരിപാടികളാണ്, മനുഷ്യനെന്ന പദത്തിന് ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത അത്ര നീചമായ പരിപാടികളാണ് തീവ്രവാദികളുടെ ഭാഗത്തുനിന്നുണ്ടായത്. ആളുകൾ അവര് വിഷം നിറച്ച വെടിയുണ്ടകളോട് അവർ തകർക്കാൻ ശ്രമിച്ചത്, കവരാൻ ശ്രമിച്ചത് ജീവൻ മാത്രമല്ല, ഈ നാടിന്റെ ഐക്യത്തെ കൂടിയാണ്. അതിന് കഴിഞ്ഞ ഒരു വർഷമായിട്ട് അവർ പ്രിപ്പയർഡ് ആയിരുന്നു എന്നുള്ള തലത്തിൽ സൂചനകൾ വരുമ്പോൾ, അവര് മുംബൈ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ടെന്ന് വരുമ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി, ഇപ്പൊ ബക്ഷി ഉൾപ്പെടെയുള്ള ആർമിയുടെ പ്രധാനപ്പെട്ട ആളുകൾ അവിടുത്തെ പിന്നെ ഫോഴ്സിന്റെ പിന്നെ പേഴ്സണലിന്റെ എണ്ണം കുറയുന്നതിനെ സംബന്ധിച്ചുള്ള ആശങ്കകൾ പറയുമ്പോൾ, അവിടെ റിക്രൂട്ട്മെന്റിന്റെ കാര്യത്തിലുള്ള ആശങ്കകൾ പറയുമ്പോൾ, അതൊക്കെ ഭാവിയിൽ ഇത് ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള നമ്മുടെ ജാഗ്രതയുടെ ഭാഗമായിട്ട് കണക്കാക്കപ്പെടേണ്ടതാണ്. പാർലമെന്റ് സമ്മേളനം ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ പരമോന്നത ബോഡിയാണ്. 543 മണ്ഡലങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ ആ ജനതയെ റെപ്രസെന്റ് ചെയ്ത് വന്ന് ഇത്തരം പിന്നെ അവസ്ഥകളിൽ രാജ്യത്തെ ജനതയ്ക്ക് ഒറ്റക്കെട്ടായിട്ടുള്ള മെസ്സേജ് കൊടുത്ത് ഒരുമിച്ച് രാജ്യം നിന്നതിനെ ഫൈറ്റ് ചെയ്യും എന്നുള്ള സന്ദേശം കൊടുക്കാനാണ് പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർക്കണമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അത് വിളിച്ചു ചേർക്കണമെന്ന ആവശ്യത്തിൽ തന്നെ അതും അടിയുറച്ചു നിൽക്കുന്നു. ഇന്നല്ലെങ്കിൽ നാളെ അതും ചെയ്യേണ്ടി വരും. അതിനകത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ഭീകരാക്രമണ സമയത്ത് BJP എടുത്തിരുന്ന രാഷ്ട്രീയ ലൈനും കോൺഗ്രസിന്റെ സമീപനവും വ്യത്യാസമുണ്ട്. കോൺഗ്രസ് ആദ്യം പ്രഖ്യാപിച്ചത് അൺവേവറിംഗ് പിന്തുണയാണ്. കോൺഗ്രസ് ആദ്യം പൊളിറ്റിക്കൽ കമന്റ് അല്ല നടത്തിയത്. ആ പിന്തുണ പ്രഖ്യാപിച്ചിട്ടും സർവകക്ഷി യോഗത്തിൽ നിന്ന് പോലും പ്രധാനമന്ത്രി വിട്ടുനിൽക്കുക. ഇത്ര പ്രധാനപ്പെട്ട ഒരു ഇൻസിഡന്റ് ഉണ്ടാകുമ്പോൾ, രാജ്യത്തെ മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വിളിച്ചു ചേർക്കുമ്പോൾ
പ്രധാനമന്ത്രി അവിടെ ഹാജരാവേണ്ടതല്ലേ? അല്ലാതെ നമുക്ക് പറയാൻ പറ്റും നിങ്ങളൊന്ന് കൂടി തീരുമാനിക്കുന്നു. ഈ രാജ്യത്തിന്റെ ജനാധിപത്യ ഹെഡല്ലേ, അവിടെ ഹാജരാവേണ്ടതല്ല. അത് ചൂണ്ടിക്കാനുള്ള ഉത്തരവാദിത്വം കൂടെ, കാണിക്കാനുള്ള ഉത്തരവാദിത്വം കൂടെ കോൺഗ്രസിനുണ്ട്, പ്രതിപക്ഷത്തിനുണ്ട്. ഞങ്ങൾ ഇനിയും ഇവിടുന്ന് അങ്ങോട്ടും പറയുന്നുണ്ടല്ലോ. ഇന്നലെ അദ്ദേഹം പറഞ്ഞു എല്ലാ നടപടികൾക്കും പിന്തുണയുണ്ട്, നടപടികൾ വേണം എന്നുള്ളത് കൃത്യമായിട്ട് ഞങ്ങൾ പറയുന്നുണ്ടല്ലോ.